Dear students, we had been discussing of structure of government. As we know, as we have discussed, every government should have three departments: legislature, executive, and judiciary. So the government means the combination of these three departments: legislature, executive, and judiciary together constitutes the government. And in the previous class, we had been discussing of the first department of the government, legislature. And today we discuss of the second department, executive, the department which enforces the laws made by legislature. So the rules made by the rulemaking agency, legislature, are enforced by the rule application agency. അപ്പോൾ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്ന നിയമങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, എൻഫോഴ്സ് ചെയ്യുന്നത്, നടപ്പിൽ വരുത്തുന്നത് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റാണ്. It not only enforces legislation but also adds rules under its power of delegated legislation. അപ്പോൾ എക്സിക്യൂട്ടീവ് എന്നത് നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്ന നിയമങ്ങളെ നടപ്പിൽ വരുത്തുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമാണ്. അതോടൊപ്പം അവർ നിയമത്തോട് അല്പം ആഡ് ചെയ്യാറുണ്ട്, കൂട്ടിച്ചേർക്കാറുണ്ട്. എക്സിക്യൂട്ടീവിന് തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. താൽക്കാലികമായി അതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുക. ദി എക്സിക്യൂട്ടീവ് മെയ്ഡ് ലോ ഈസ് നോൺ ആസ് ഓർഡിനൻസ് വിച്ച് ഹാസ് ദി എഫക്റ്റ് ഓഫ് ദി ലോ ബട്ട് അപ് ടു 6 months. Within that 6 months that should be introduced in the legislature and get it passed. അപ്പോൾ 6 മാസ കാലയളവ് വരെ നിയമനിർമ്മാണ സഭ കൂടാത്ത സമയത്ത് ഒരു നിയമം അനിവാര്യമായിരിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഉണ്ടാക്കുന്ന താൽക്കാലിക നിയമത്തിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുക. The term executive refers to an official of the government who executes, administrates of or put into effect the laws. അപ്പോൾ എക്സിക്യൂട്ടീവ് എന്നാൽ നിയമത്തെ പ്രാബല്യത്തിൽ വരുത്തുന്ന, നിയമത്തെ നടപ്പിൽ വരുത്തുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗത്തിനെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുക. ദിസ് ടേം ഈസ് യൂസ്ഡ് ഇൻ ബോത്ത് എ ബ്രോഡ് ആൻഡ് നാരോ സെൻസ്. അപ്പോൾ എക്സിക്യൂട്ടീവ് എന്നതിനെ നമ്മൾക്ക് രണ്ട് രീതിയിൽ വിശദീകരിക്കാം. ഒന്ന് അതിന് വിശാലമായ അർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിന് ചുരുങ്ങിയ അർത്ഥത്തിൽ. ഇൻ ദ നാരോ സെൻസ്, അതൊരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് എക്സിക്യൂട്ടീവ് എന്നാൽ, ഇറ്റ് റെഫേഴ്സ് ടു ദി ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ഓർ സ്റ്റേറ്റ് ലൈക്ക് ദി പ്രസിഡൻറ്റ് ഓഫ് ദി USA ഓർ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. അപ്പോൾ അതിനൊരു ചെറിയ സെൻസിൽ പറയുകയാണെങ്കിൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ മാത്രം റെഫർ ചെയ്തുകൊണ്ട്, അതായത് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അമേരിക്കയിലാണെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റാണ്. ബ്രിട്ടനിലാണെങ്കിൽ മൊണാർക്ക് അല്ലെങ്കിൽ ക്വീനാണ്. സോ ഇൻ ദി ബ്രോഡ് സെൻസ്, അതിനെ ഇച്ചിരി വിശാലമായിട്ട് പറയുകയാണെങ്കിൽ, ഇൻ ദി ബ്രോഡ് സെൻസ് ഓൾ പേഴ്സൺസ് ഇൻ ദി സിവിൽ സർവീസ് ആർ എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ അതിനെ ഇച്ചിരി വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ നിയമം നടപ്പിൽ വരുത്താൻ ബാധ്യസ്ഥപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദം കൂടി ചേർന്നതിനെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുക. അപ്പോൾ രണ്ട് രീതിയിൽ എക്സിക്യൂട്ടീവിനെ വിശദീകരിക്കാം. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ മാത്രം റെഫർ ചെയ്തുകൊണ്ടും, അതോടൊപ്പം ആ രാജ്യത്തെ ആ നിയമം നടപ്പിൽ വരുത്തുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെ കൂടി, അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തെ കൂടി, ബ്യൂറോക്രസിയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിശാലമായ അർത്ഥത്തിലും എക്സിക്യൂട്ടീവിനെ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ എക്സിക്യൂട്ടീവ് എന്നാൽ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗത്തിനെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയും. എക്സിക്യൂട്ടീവ് എൻഫോഴ്സസ് ലോസ് മെയ്ഡ് ബൈ ദി ലെജിസ്ലേച്ചർ. നമുക്കറിയാം, നിയമനിർമ്മാണം എന്നത് നിയമനിർമ്മാണ സഭയുടെ കർത്തവ്യമാണ്. അവർ നിയമം നിർമ്മിക്കുക മാത്രമാണ് ചെയ്യുക. അത് നടപ്പിൽ വരുത്തുന്നത് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ്റാണ്. ലോസ് വുഡ് ബി ഓഫ് നോ യൂസ് ഇഫ് ദർ വാസ് നോട്ട് എ കോമ്പിറ്റൻ്റ് അതോറിറ്റി ടു എൻഫോഴ്സ് ദം. ഒരു ശക്തമായ ഒരു സംവിധാനം നിയമം നടപ്പിലാക്കാൻ ഒരു രാജ്യത്ത് നിലവിലില്ലെങ്കിൽ നിയമനിർമ്മാണം കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകുന്നില്ല. സോ എക്സിക്യൂട്ടീവ് ആസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എക്സിക്യൂട്ടീവ്. ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങളെ രാജ്യത്ത് നടപ്പിൽ വരുത്തുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി, അതിനെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുക. സോ ക്ലാസിഫിക്കേഷൻ. The nature of the executive entirely depends upon the form of government. അപ്പോൾ രാജ്യത്തെ ഗവൺമെൻറ്റുകളുടെ രൂപത്തിനനുസരിച്ച് എക്സിക്യൂട്ടീവിനെ നമ്മൾക്ക് വേർതിരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും പാർലമെൻ്ററി ഡെമോക്രസിയും പ്രസിഡൻഷ്യൽ ഡെമോക്രസിയുമെല്ലാം. അല്ലെങ്കിൽ പാർലമെൻ്ററി ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്.
In a parliamentary government, the executive head of the state possesses only nominal powers. അപ്പോൾ പാർലമെൻ്ററി സംവിധാനത്തിൽ രണ്ട് തരം എക്സിക്യൂട്ടീവ് ഉണ്ട്. നാമമാത്ര അധികാരം കൈകാര്യം ചെയ്യുന്ന നോമിനൽ എക്സിക്യൂട്ടീവും യഥാർത്ഥ അധികാരം കൈകാര്യം ചെയ്യുന്ന റിയൽ എക്സിക്യൂട്ടീവും. അതിനർത്ഥം ഒരു പാർലമെൻ്ററി സംവിധാനത്തിൽ രാഷ്ട്രത്തലവൻ നാമമാത്ര ഭരണാധികാരിയായിരിക്കും. പ്രത്യേകിച്ച് ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഭരണാധികാരി എന്നത് എക്സിക്യൂട്ടീവിൻ്റെ ഹെഡ് എന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ബട്ട് ഹി എൻജോയ്സ് ഓൺലി നോമിനൽ പവേഴ്സ്. ദ റിയൽ executive authority is vested with the union cabinet, which is headed by the prime minister. So that means the union cabinet is the real executive in parliamentary democracy, in parliamentary form of government. അപ്പോൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ രണ്ട് തരം എക്സിക്യൂട്ടീവ് ഉണ്ടാവും, നോമിനൽ എക്സിക്യൂട്ടീവും റിയൽ എക്സിക്യൂട്ടീവും. രാഷ്ട്രത്തലവൻ നോമിനൽ എക്സിക്യൂട്ടീവായിരിക്കും, യൂണിയൻ ക്യാബിനറ്റ് അഥവാ കേന്ദ്ര മന്ത്രിസഭയായിരിക്കും റിയൽ എക്സിക്യൂട്ടീവ്. ദ റിയൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് റെസ്റ്റ് വിത്ത് ദി ക്യാബിനറ്റ്. അതാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. ടു ദിസ് ടൈപ്പ് ഓഫ് ബിലോങ് ടു ബ്രിട്ടീഷ് ക്വീൻ ആൻഡ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഉദാഹരണമായി പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ ഉദാഹരണമായി രണ്ട് തരം എക്സിക്യൂട്ടീവ് ഉള്ളതിൻ്റെ ഉദാഹരണമായി നമുക്ക് ബ്രിട്ടനിലെ രാജ്ഞിയെയും ഇന്ത്യയിലെ പ്രസിഡൻറ്റിനെയും ഉദാഹരിക്കാം. കാരണം ഇവർ രണ്ടുപേരും അതാത് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരാണെങ്കിലും നാമമാത്ര ഭരണാധികാരികൾ മാത്രമാണ്. There is no nominal executive in a presidential form of government, as in the United States. അപ്പോൾ നമ്മൾ കണ്ടു പാർലമെൻ്ററി ഗവൺമെൻറ്റിൽ രണ്ട് തരം എക്സിക്യൂട്ടീവ് ഉണ്ട്, റിയൽ ആൻഡ് നോമിനൽ എക്സിക്യൂട്ടീവ്സ്. വെറാസ് ഇൻ എ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ദർ വി ക്യാൻ ഫൈൻഡ് ഓൺലി വൺ ടൈപ്പ് ഓഫ് എക്സിക്യൂട്ടീവ്, ദാറ്റ് ഈസ് ദി റിയൽ എക്സിക്യൂട്ടീവ്. ദർ ഇസ് നോ നോമിനൽ എക്സിക്യൂട്ടീവ്. അപ്പോൾ നാമമാത്ര ഭരണാധികാരി ഇല്ലാതെ ആ രാജ്യത്തെ ഭരണാധികാരിയിൽ റിയൽ എക്സിക്യൂട്ടീവ് പവർ ഉണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുക. അതിനർത്ഥം പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിൽ ഒരു എക്സിക്യൂട്ടീവേ ഉള്ളൂ, അത് റിയൽ എക്സിക്യൂട്ടീവാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അമേരിക്കൻ പ്രസിഡൻറ്റ്. ദ പ്രസിഡൻറ്റ് ഈസ് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, ദ റിയൽ എക്സിക്യൂട്ടീവ്. ആ ഒരു സംവിധാനത്തിൽ രാഷ്ട്രത്തലവൻ യഥാർത്ഥ ഭരണാധികാരിയായിരിക്കും, റിയൽ എക്സിക്യൂട്ടീവായിരിക്കും. അപ്പോൾ രണ്ട് തരം സംവിധാനങ്ങൾ, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റും പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ രണ്ട് തരം എക്സിക്യൂട്ടീവ് ഉണ്ടാവും, റിയൽ എക്സിക്യൂട്ടീവും നോമിനൽ എക്സിക്യൂട്ടീവും. രാഷ്ട്രത്തലവൻ നോമിനൽ എക്സിക്യൂട്ടീവായിരിക്കും, കേന്ദ്ര മന്ത്രിസഭയായിരിക്കും റിയൽ എക്സിക്യൂട്ടീവ്. അതേസമയം പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിൽ ഒരു എക്സിക്യൂട്ടീവ് മാത്രമേ ഉള്ളൂ, അത് രാഷ്ട്രത്തലവൻ യഥാർത്ഥ ഭരണാധികാരി റിയൽ എക്സിക്യൂട്ടീവ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് എക്സിക്യൂട്ടീവിൻ്റെ കർത്തവ്യങ്ങൾ, ഫങ്ഷൻസ്? ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ executive functions are those which relate to essential activities of government. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനെയാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുക, രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ നടത്തപ്പെടുക, അതെല്ലാം എക്സിക്യൂട്ടീവിനാലാണ് ചെയ്യപ്പെടുക. ദി എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ആർ, ആ എക്സിക്യൂട്ടീവിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങളെ 6 തരംതിരിക്കുന്നു. 1. ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേഷൻ, ആഭ്യന്തര ഭരണം. 2. എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻ, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ വിദേശകാര്യ ഭരണം. 3. ഡിഫൻസ് ആൻഡ് വാർ, പ്രതിരോധവും യുദ്ധവും. 4. ഫിനാൻഷ്യൽ ഫങ്ഷൻസ്, സാമ്പത്തികപരമായ അധികാരങ്ങൾ. 5. ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്, നിയമനിർമ്മാണപരമായ അധികാരങ്ങൾ. 6. ജുഡീഷ്യൽ ഫങ്ഷൻസ്. ഇങ്ങനെ 6 തരം കർത്തവ്യങ്ങളാണ് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ലെറ്റ് us see each one in detail. 1. ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഈസ് ദി ഫോർമോസ്റ്റ് ഡ്യൂട്ടി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ഡിവൈസ് വേയ്സ് ആൻഡ് മീൻസ് ടു എൻഷുവർ ഇൻറ്റേർണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഒരു രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യമെന്ന് പറയുന്നത് രാഷ്ട്രത്തിനുള്ളിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നതാണ്. അപ്പോൾ ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേഷനാണ് എക്സിക്യൂട്ടീവിൻ്റെ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കർത്തവ്യം. 2. എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻ. എ സ്റ്റേറ്റ് മസ്റ്റ് ബി സേഫ് ഫ്രം എക്സ്റ്റേണൽ അഗ്രഷൻ. വൈദേശിക ശക്തികളിൽ നിന്നും വിദേശ ശത്രുക്കളിൽ നിന്നും രാഷ്ട്രത്തെ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. അത് എക്സിക്യൂട്ടീവിൻ്റെ കർത്തവ്യമാണ്. മോഡേൺ സ്റ്റേറ്റ്സ്
live under a condition of mutual dependence and they adjust their differences by negotiations. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണാം ഒരുപാട് കർത്തവ്യങ്ങൾ എക്സിക്യൂട്ടീവ് നിർവഹിക്കുന്നുണ്ട്. പരസ്പരമായ ഡിപ്പെൻഡൻസിലൂടെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര ഡിപ്പെൻഡൻസിലൂടെയും അതോടൊപ്പം ആ വ്യത്യസ്തതകളെ നെഗോഷിയേഷനിലൂടെ, ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദിസ് നെസസിയേറ്റ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് അംബാസഡേഴ്സ്, മിനിസ്റ്റേഴ്സ് ആൻഡ് അതർ റെപ്രസെൻറ്റേറ്റീവ്സ് ബൈ ഡിഫറൻറ്റ് ഗവൺമെൻറ്റ്സ്. അങ്ങനെ വൈദേശികപരമായ ഇടപാടുകൾക്ക്, മറ്റ് രാഷ്ട്രങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ, മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിരവധി നയതന്ത്ര പ്രതിനിധികളെ നിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായി അതിന് തന്നെ മന്ത്രിയെയും അതോടൊപ്പം തന്നെ നയതന്ത്ര പ്രതിനിധികളെയും അംബാസഡർമാരെയും എല്ലാം നിയമിക്കുന്നു. അവരിലൂടെയാണ് ഈ എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിർവഹിക്കപ്പെടുക. 3. ഡിഫൻസ് ആൻഡ് വാർ. ഇറ്റ് ഈസ് ദി എസെൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു സെക്യൂർ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ദി ഡിഫൻസ് ഓഫ് ദ കൺട്രി ഇൻ കേസ് ദർ ഈസ് എനി കണ്ടിജൻസി ഓഫ് എക്സ്റ്റേണൽ അഗ്രഷൻ. ഇപ്പോൾ രാഷ്ട്രത്തെ സംരക്ഷിച്ച് നിർത്തുക എന്നത് എക്സിക്യൂട്ടീവിൻ്റെ കർത്തവ്യമാണ്. ആ രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുക, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി സംരക്ഷിക്കുക, അതെല്ലാം എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വങ്ങളാണ്. അപ്പോൾ അങ്ങനെ മറ്റെന്തെങ്കിലും രീതിയിൽ വൈദേശികപരമായ നുഴഞ്ഞുകയറ്റം ഉണ്ടാവുകയാണെങ്കിൽ, രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാവുകയാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുവാൻ, അതിനുവേണ്ടി യുദ്ധത്തിലേർപ്പെടണമെങ്കിൽ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള ഉത്തരവാദിത്വം എക്സിക്യൂട്ടീവിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ ഡിഫൻസ് ആൻഡ് വാറാണ് എക്സിക്യൂട്ടീവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കർത്തവ്യം. 4. ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. ഓൾ ഗവൺമെൻറ് സ്പെൻഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇൻ ദി പെർഫോമൻസ് ഓഫ് ദെയർ ഫങ്ഷൻസ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തിന് ഒരുപാട് ചിലവുകളുണ്ട്. അതെങ്ങനെയാണ് ഗവൺമെൻറ് റേസ് ചെയ്യുക, കണ്ടെത്തുക, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുക? ഗവൺമെൻറ് ടാക്സ് ദ പീപ്പിൾ ആൻഡ് ടാപ്പ് അതർ സോഴ്സസ് ഓഫ് ഇൻകം ടു മീറ്റ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഭരണത്തിന് ആവശ്യമായ ചിലവുകൾ കണ്ടെത്തുവാൻ ജനങ്ങളുടെ മേൽ നികുതി ചുമത്തുകയും മറ്റ് രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയുമാണ് ഗവൺമെൻറ്റുകൾ ചെയ്യുക. അതിൻ്റെ ചുമതല എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ദി എക്സിക്യൂട്ടീവ് ഓൾസോ ഹാസ് ടു പ്രിപ്പയർ ദി ബഡ്ജറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് പാസ്ഡ് ബൈ ദി ലെജിസ്ലേച്ചർ. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ വരവ് ചെലവ് കണക്കുകളുടെ ആകത്തുകയായ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അത് നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നതും എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫങ്ഷൻ എക്സിക്യൂട്ടീവ് നിർവഹിക്കാറുണ്ട്. മറ്റൊന്ന് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്. ഇൻ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ദി എക്സിക്യൂട്ടീവ് സമ്മൺ, അഡ്ജേൺ ആൻഡ് പ്രൊറോഗ് ദ സെഷൻസ് ഓഫ് ദി പാർലമെൻറ്റ് ആൻഡ് ഡിസോൾവ് ദി പോപ്പുലർ ഹൗസ്, ലോവർ ഹൗസ്. അപ്പോൾ നമ്മൾ കണ്ടു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റുമുണ്ട്, പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റുമുണ്ട്. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ റിയൽ അതോറിറ്റി എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവാണ്. യൂണിയൻ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയാണ് നിയമനിർമ്മാണ സഭയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുവാനും ക്യാൻസൽ ചെയ്യുവാനും നീട്ടിവെക്കുവാനുമുള്ള അധികാരം എക്സിക്യൂട്ടീവിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും നീട്ടിവെക്കുന്നതും ക്യാൻസൽ ചെയ്യുന്നതുമെല്ലാം ഇന്ത്യൻ പ്രസിഡൻറ്റ്, അതായത് ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിൻ്റെ നോമിനൽ ഹെഡായ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ചുമതലയാണ്. ഇൻ എവറി കൺട്രി ദി എക്സിക്യൂട്ടീവ് ഈസ് ആംഡ് വിത്ത് ദി പവർ ഓഫ് ഇഷ്യൂയിങ് ഓർഡിനൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്നതല്ലാതെ എക്സിക്യൂട്ടീവ് താൽക്കാലികമായി ഉണ്ടാക്കുന്ന നിയമത്തിനെയാണ്, അതായത് എക്സിക്യൂട്ടീവ് മെയ്ഡ് ലോയിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുക. ആ ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാൻ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ എക്സിക്യൂട്ടീവിന് അധികാരമുണ്ട്. അതായത് വെൻ പാർലമെൻറ്റ് ഈസ് നോട്ട് ഇൻ സെഷൻ, ഇഫ് ദി എക്സിക്യൂട്ടീവ് ഫീൽസ് ദാറ്റ് എ ലോ ഈസ് നെസസറി ടു മീറ്റ് എ സിറ്റുവേഷൻ, then the executive can make a law which has the same effect of law but up to 6 months. 6 മാസം വരെ നിയമനിർമ്മാണ സഭ കൂടാത്ത സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് നിർമ്മിക്കുന്ന നിയമം തന്നെയാണ് ഓർഡിനൻസ് എന്ന് പറയുക. 6 മാസമാണ് ഇതിൻ്റെ കാലാവധി. 6 മാസത്തിനുള്ളിൽ ആ ഓർഡിനൻസ് നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച് അതൊരു നിയമമായി മാറ്റിയിരിക്കണം. അപ്പോൾ ഓർഡിനൻസ് നിയമമായി മാറ്റപ്പെടുകയാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് മെയ്ഡ് ലോ
The temporary law is known as ordinance. മറ്റൊന്ന് ജുഡീഷ്യൽ ഫങ്ഷൻസ്. ചില നീതിന്യായ സംവിധാനപരമായ കർത്തവ്യങ്ങൾ കൂടി എക്സിക്യൂട്ടീവിൽ നിക്ഷിപ്തമാണ്. ഇൻ മോസ്റ്റ് കൺട്രീസ് ഇറ്റ് ഈസ് ദി എക്സിക്യൂട്ടീവ് ദാറ്റ് മേക്സ് അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ്. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ ജഡ്ജിമാരുടെ നിയമനങ്ങൾ നടത്തുന്നത്, അതായത് ജുഡീഷ്യറിയിലെ നിയമനങ്ങൾ നടത്തുന്നത് എക്സിക്യൂട്ടീവാണ്. ദി എക്സിക്യൂട്ടീവ് ഹാസ് ദി റൈറ്റ് ടു ഗ്രാൻഡ് പാർഡൺ ആൻഡ് റിപ്രീവ്. അതോടൊപ്പം എക്സിക്യൂട്ടീവിന് കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യുവാനും അവരുടെ ശിക്ഷ ഒഴിവാക്കുവാനുമൊക്കെയുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റ് വേണമെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കും. അതോടൊപ്പം ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. അത് എക്സിക്യൂട്ടീവിന് നൽകപ്പെട്ടിരിക്കുന്ന അധികാരമാണ്. അങ്ങനെ നിരവധിയായ അധികാരങ്ങൾ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടു 6 അധികാരങ്ങൾ പ്രധാനമായും എക്സിക്യൂട്ടീവ് കൈകാര്യം ചെയ്യുന്നു. ഒന്ന്, രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള സുരക്ഷിതത്വം, രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര സുരക്ഷിതത്വം, ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേഷൻ. അതോടൊപ്പം എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻ, മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം, അതിനെയാണ് എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. മറ്റൊന്ന്, രാജ്യസുരക്ഷയ്ക്കായി രാജ്യത്തെ പ്രതിരോധിക്കുവാനും ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി യുദ്ധത്തിലേർപ്പെടുവാനുമുള്ള അധികാരമാണ് ഡിഫൻസ് ആൻഡ് വാർ. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുവാനും അതിൻ്റെ ആ ഫണ്ട് കളക്ട് ചെയ്യുവാനുമുള്ള അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനുമുള്ള അധികാരം, ചുമതല എക്സിക്യൂട്ടീവിനാണ്. ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയാണ് നിയമമുണ്ടാക്കുന്നതെങ്കിലും നിയമനിർമ്മാണ സഭ കൂടാത്ത വേളയിൽ അനിവാര്യമായ നിയമങ്ങൾ താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഓർഡിനൻസ് എന്ന രൂപത്തിൽ ഇറക്കുവാനുള്ള അധികാരവും എക്സിക്യൂട്ടീവിനുണ്ട്. അതാണ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്. മറ്റൊന്ന് ജുഡീഷ്യൽ ഫങ്ഷൻസ്. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ ജുഡീഷ്യറിയിലെ നിയമനങ്ങൾ എക്സിക്യൂട്ടീവാണ് നടത്തുക. കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് ചെയ്യുവാൻ, റദ്ദ് ചെയ്യുവാനുമുള്ള അധികാരം എക്സിക്യൂട്ടീവിൽ നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റായ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുക. അപ്പോൾ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നതിനെയാണ് ഗവൺമെൻറ് എന്ന് പറയുക: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. In the first class, we had been discussing of the first department of government, legislature, the lawmaking agency, the lawmaking department of government. We had thoroughly discussed the powers and functions enjoyed by legislative department of government. And today, we have been discussing the law enforcing department, the rule application agency of the government, executive. What are the functions that are enjoyed by executive department? And there are some other type of executives that can be discussed in the next class. Thank you.